ആഹാ, എത്ര മനോഹരമാണ് സംഘപരിവാറിനെതിരെയുള്ള ലീഗിന്റെ ചെറുത്തുനിൽപ്പ്. നല്ലൊരു ഗംഭീര വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ലീഗിനെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ വലിയ അയിത്തമാണ്. ആ അയിത്തത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവരെന്ത് ചെയ്തിരിക്കുകയാണ്? അവർക്ക് സ്വാധീനമുള്ള, അവർ ഭരിക്കുന്ന, ഒറ്റയ്ക്കല്ല, കോൺഗ്രസുമായി ചേർന്ന് നിലമ്പൂരിലെ മണ്ഡലത്തിലുള്ള വഴിക്കടവ് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് ഒരു നിയമനം അങ്ങ് നടത്തിയിട്ടുണ്ട്. സംഘി കൃഷ്ണരാജ് വക്കീലിന്. എത്ര നല്ല മതേതരനായ ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണരാജ്. അത് നമുക്കറിയാൻ പറ്റിയില്ലെങ്കിൽ ലീഗിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റി. നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ആ സന്ദർഭത്തിൽ വോട്ട് കച്ചവടം നടത്തണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് ഉണ്ടാകണ്ടേ? ആ നീക്കുപോക്കിന്റെ ഒരു യഥാർത്ഥ കാഴ്ചതെ നിങ്ങൾ കേട്ടെ. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംഘപരിവാർ അനുകൂലിയെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കി മുസ്ലിം ലീഗ്. അതുകൊള്ളാലോ, സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും തീവ്രവർഗീയ നിലപാട് സ്വീകരിക്കുന്ന കൃഷ്ണരാജിനെയാണ് നിയമിച്ചത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റേതാണ് തീരുമാനം. രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. വഖഫ് നിയമ ഭേദഗതിയിൽ ലീഗ് ഹർജിയെ ചോദ്യം ചെയ്ത കാസയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് കൃഷ്ണരാജാണ്. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഇതാ കയ്യിൽ ചരടക്കം കിട്ടിയ മറ്റേ സ്വപ്ന സുരേഷിന് വേണ്ടി ഹാജരായ സംഘി വക്കീലാണല്ലോ, അല്ലേ?